എവർക്കും നമസ്കാരം. ഞാൻ അബി, ദ സെക്കുലർ സിറ്റിസൺ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഭീംറാവു റാംജി അംബേദ്കർ എന്ന ഭരണഘടനാ ശില്പിയായ നമ്മുടെ ബി ആർ അംബേദ്കറിനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഭരണപക്ഷമാണോ അതോ പ്രതിപക്ഷമാണോ? പ്രസക്തമായ ചോദ്യമാണിത്. എന്നാൽ അതിലേറെ പ്രസക്തിയുണ്ട് ആരാണ് നാളിതുവരെ അദ്ദേഹത്തെ അപമാനിക്കാതിരുന്നിട്ടുള്ളത് എന്നതിന്. വിഘടിച്ച് കടന്ന ഒരു ജനതയിലേക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതും അദ്ദേഹത്തെ അവമാനിക്കുന്നതിന് തുല്യമാണ്. വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലേക്ക് കടക്കാം. പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെടുന്ന വ്യക്തിക്ക് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും പ്രമുഖ പാർട്ടികളിൽ മത്സരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സംവരണ സീറ്റിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. സ്ത്രീകളുടെ കാര്യവും മറിച്ചല്ല. പുരോഗമന ചിന്ത അവകാശപ്പെടുന്നവരാണെങ്കിലും ശരി, സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് പോകുന്നവരാണെങ്കിലും ശരി, മാറ്റമില്ലാതെ തുടരുന്നത് മരീചികയായി തുടരുന്ന ജാതിയെ മുതലെടുക്കുന്ന മാനസികാവസ്ഥയാണ്. ലിംഗസമത്വം ആഗ്രഹിക്കുന്ന ആ മനുഷ്യന്റെ ചിത്രം എല്ലാ ഓഫീസുകളിലും സ്ഥാപിച്ചിട്ട് നാളിതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിലേക്ക് അയക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ഓരോരുത്തരുമല്ലേ ഇത്രയും നാൾ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടിരുന്നത്? അന്ധവിശ്വാസങ്ങളുടെ പടുകുഴിയിൽ കടന്ന ഇന്ത്യൻ ജനതയ്ക്ക് ശാസ്ത്രബോധവും ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ തുടക്കവും കുറിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രങ്ങളും ആലേഖനം ചെയ്തുകൊണ്ട് നാരങ്ങ കെട്ടിത്തൂക്കി റോക്കറ്റ് വിക്ഷേപിക്കുന്നവരും ഇതേ അനാദരവ് തന്നെയാണ് കാണിക്കുന്നത്. വിഗ്രഹാരാധന പാടില്ല എന്ന് പറഞ്ഞ മനുഷ്യനെ തന്നെ വിഗ്രഹമായി മാറ്റുന്നതും മറ്റൊരു കാഴ്ചപ്പാടല്ല. ആരാധനാലയങ്ങളിൽ കയറാനല്ല, മറിച്ച് എൻ്റെ കൂട്ടത്തിൽ നിന്നും 10 ബിരുദധാരികളെ സൃഷ്ടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ മഹാത്മാ അയ്യങ്കാളിയെ സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും മടക്കി വച്ച് ജീവന് ഭീഷണിയുള്ള പ്രാകൃതമായ ഗോത്രീയമായ ആചാരങ്ങൾ ഇപ്പോഴും പിന്തുടരുന്ന നാം ഓരോരുത്തരും ഇനി ആരെയാണ് അപമാനിക്കാനുള്ളത്?